ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായി ലോങ് വീഡിയോ ചെയ്തിട്ട്. എനിക്ക് ഡിഗ്രി പ്രിലിംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് എക്സാം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ എക്സാമിൻ്റെ മാർക്ക് കാൽക്കുലേഷനൊക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് എക്സാം കഴിഞ്ഞ് വന്ന ഉടനെ തൊട്ട് പനിയായിരുന്നു കേട്ടോ. ഇപ്പോഴും അത് കറക്റ്റായി മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഇടാനായിട്ട് ഒരുപാട് ലേറ്റായി പോയത്. അപ്പോൾ എക്സാമിൻ്റെ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല കേട്ടോ എക്സാം. എനിക്ക് നല്ല ടഫായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൻ്റെ എക്സാം കഴിഞ്ഞ ടൈമിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വച്ചിട്ട് ആൻസറൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ടൈമിൽ എനിക്കത് അത്യാവശ്യം നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സെക്കൻഡ് സ്റ്റേജും ഏതാണ്ട് അതേപോലെ തന്നെ ആയിരിക്കുന്നു. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളമായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു കേട്ടോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മാത്സ് എനിക്ക് വളരെ ടഫായിരുന്നു കേട്ടോ. മാത്സ്, മലയാളവും ടഫായിരുന്നു, ഇംഗ്ലീഷ് പൊതുവേ കുറച്ച് ഭേദമായിരുന്നു. പക്ഷെ മാത്സ് എനിക്ക് വളരെ ടഫായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും കൂടി വന്നപ്പോൾ എനിക്ക് എക്സാമിന് ടൈം തികയുന്നില്ല. പിന്നെ മാത്സൊക്കെ ചെയ്ത് വരുമ്പോൾ ടൈം ഇല്ലാത്ത ഒരു പ്രശ്നമൊക്കെ വന്നു. അപ്പോൾ ആകെ ഞാൻ വളരെ ടെൻസ്ഡായിട്ടായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിലൊരു സ്കോർ കിട്ടിയില്ല കേട്ടോ. ഞാനിപ്പോൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു 40 മാർക്കൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിനി കട്ട് ഓഫ് കയറോ ഇല്ലെന്നുള്ളതിൽ വലിയ ഉറപ്പൊന്നുമില്ല. അപ്പം ഇനി അടുത്ത സ്റ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി 10th പ്രിലിംസിന് വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 10th പ്രിലിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ 18-ന് നമുക്ക് ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും വരുന്നുണ്ട്. ഇതിപ്പോൾ ആഗസ്റ്റ് 1-ന് തേർഡ് സ്റ്റേജും ഫോർത്ത് സ്റ്റേജും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി 10th പ്രിലിംസിനും, അപ്പോൾ 10th പ്രിലിംസിനകത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ LGS പിന്നെ ബെഫ്കോ LD ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഫോക്കസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇനി ഡിഗ്രിയുടെ മെയിൻസിന് വേണ്ടിയിട്ട് ഞാൻ പഠിച്ചു തുടങ്ങുന്നില്ല കേട്ടോ. കാരണം എനിക്കത് വലിയ ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ മെയിൻസിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പഠിച്ചു തുടങ്ങുന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും 10th പ്രിലിംസിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് കുറേ ദിവസമായി വിചാരിക്കണത്. പക്ഷേ എൻ്റെ പനിയും അതുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാരണം എനിക്കതിന് കഴിയുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഡിഗ്രി പ്രിലിംസിൻ്റെ തേർഡ് സ്റ്റേജ് ഉള്ളവരാണെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റ് സബ്ജക്റ്റുകൾ കൂടി പഠിക്കാൻ നോക്കാം. മീൻസ് നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ നിന്ന് നല്ല സ്കോർ കിട്ടുന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ നിന്നും മാറിയിട്ട് നമ്മൾ മറ്റ് GK പാർട്സും കൂടി നല്ല രീതിയിൽ പഠിക്കാൻ നോക്കാം. കാരണം ചിലപ്പോൾ മാത്സൊക്കെ ഇപ്പോൾ വന്ന പോലെ ആണെങ്കിൽ നല്ല ടഫായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റ് GK പാർട്സും കൂടി നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫസ്റ്റ് സ്റ്റേജിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു എനിക്കെങ്കിൽ പോലും ഞാൻ ഫസ്റ്റ് സ്റ്റേജിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫസ്റ്റ് സ്റ്റേജിൽ GKയിൽ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജിലും ചോദിച്ചത്. അതായത് അതിൻ്റെ തന്നെ കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ. ഇപ്പോൾ പോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം പോർഷൻ തന്നെയാണ്, ക്വസ്റ്റ്യൻ വന്ന ഏരിയ സെയിം തന്നെയാണ്. പക്ഷേ ചിലപ്പോൾ ക്വസ്റ്റ്യൻസിലും അതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ആ ഏരിയ വെച്ച് നോക്കിയെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റേജിൽ വന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് തന്നെ വരുന്ന നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ. പക്ഷെ അങ്ങനത്തെ ഒരു ഇത് മുമ്പ് LDCക്ക് ഉണ്ടായിരുന്നു കേട്ടോ. LDCക്കും ഇതേപോലെ തന്നെ വന്നിരുന്ന ആ ഭാഗത്തുനിന്ന് തന്നെ അടുത്ത എക്സാമിനും ക്വസ്റ്റ്യൻസ് വന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ LDC ഈ സമയത്ത് ഞാൻ അങ്ങനെ നോക്കിയിരുന്നു. കാരണം നമുക്ക് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ഏരിയ തന്നെ അടുത്തത് വരുന്നുള്ള രീതിയിൽ. പക്ഷേ ഇത് നമ്മൾ ഒട്ടും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഈ ഏരിയയൊക്കെ തന്നെ വരുന്നുള്ള രീതി വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ GK പോർഷൻസും ഒക്കെ ഞാൻ നോക്കിയില്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റേജും ഫസ്റ്റ് സ്റ്റേജും കഴിഞ്ഞ സ്ഥിതിക്ക് തേർഡ് സ്റ്റേജ് ഉള്ളവർ എന്തായാലും ഇതുവരെ വന്നേക്കണ ആ ഏരിയാസ് കൂടി നോക്കാം. അതായത് ഇതുവരെ വന്നിരിക്കുന്ന ആ ഏരിയാസ് തന്നെ ആയിരിക്കുള്ളൂ ചിലപ്പോൾ ഇനിയും തേർഡ് സ്റ്റേജിലേക്കും ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്ന ആ ഒരു പ്രതീക്ഷയിൽ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ ആ ഏരിയ ഒന്നും കൂടി നന്നായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി തേർഡ് സ്റ്റേജ് എക്സാം എഴുതുന്നവർക്ക് ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ 10th പ്രിലിംസിന് വേണ്ടിയിട്ടാണ് ഇനി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഞാൻ ഇനി തുടർന്ന് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ
ഇനി സ്റ്റഡി വ്ളോഗ്സും കാര്യങ്ങളും പിന്നെ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണാറുള്ളവരെപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇനിയും വീഡിയോസ് ഇടണം എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ നിങ്ങളപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ